നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ് NBV എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കമ്പനിയിൽ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചധികം വർഷങ്ങൾ നമ്മളിത് യൂസ് ചെയ്യും. യൂസ് ചെയ്യുന്ന അനുസരിച്ച് ആ ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ സംഭവിക്കും. അതിനാൽ തന്നെ നമ്മൾ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ എത്രയാണോ അത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ എൻട്രി നമ്മുടെ ബുക്സിൽ പാസ് ചെയ്യും. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്ന ലെഡ്ജർ അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന്റെ ക്ലോസിംഗ് ബാലൻസ് എടുത്ത് ഫിക്സ്ഡ് അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്, ഫിക്സ്ഡ് അസറ്റിന്റെ നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറഞ്ഞതിന് ശേഷം എത്രയാണോ അക്കൗണ്ടിങ് റെക്കോർഡ് അനുസരിച്ച് ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ആയിട്ട് കാണിക്കുന്നത്, അതാണ് നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഈ മാർക്കറ്റ് വാല്യൂം നെറ്റ് ബുക്ക് വാല്യൂം തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അത് സെയിം ആണോ എന്നൊക്കെ പലരും പല സമയങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇത് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ഫിക്സഡ് അസറ്റ് ഉണ്ട്. അതിന്റെ കോസ്റ്റ് നമ്മൾ വാങ്ങിയ സമയത്ത് നമുക്കുണ്ടായ കോസ്റ്റ് എത്രയാണ്? 1 lakh ആണ്. കുറച്ച് നാൾ യൂസ് ചെയ്തു, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് കുറച്ചപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടി. എത്രയാ വന്നത്? 60,000. 60,000 ആണ് നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റിന്റെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം ഫിക്സഡ് അസറ്റിന്റെ നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 60,000 ആണ്. ഈ 60,000 കാണിക്കുന്ന ഈ ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 70,000 രൂപയോ അല്ലെങ്കിൽ 50,000 രൂപയോ മാർക്കറ്റിൽ നിന്ന് കിട്ടിയേക്കാം. മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്, അതിന്റെ ഡിമാൻഡൊക്കെ അനുസരിച്ചിട്ട് നമുക്കൊരു വില മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അതാണ് മാർക്കറ്റ് വാല്യൂ. NBV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഉള്ള അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ കാണിക്കുന്നത്, അതാണ് NBV. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റ് ഇപ്പൊ കൊണ്ടുപോയി മാർക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ എത്രയാണോ അവിടെ നിന്ന് കിട്ടുന്ന എമൗണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യാ, പുറത്ത് വെച്ചേക്കുക. ഇവിടെ എന്തുകൊണ്ട് NBV ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചോദിക്കുന്നുണ്ട്. NBV ഇമ്പോർട്ടന്റ് ആണ് എന്തുകൊണ്ട്? നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഹെഡിന്റെ താഴെ നമ്മൾ അസറ്റിന്റെ നെറ്റ് ബുക്ക് വാല്യൂ ആണ് സാധാരണ കൊടുക്കാറുള്ളത്. ഒറിജിനൽ വാല്യൂ അല്ല, നെറ്റ് ബുക്ക് വാല്യൂ. ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങി അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറഞ്ഞതിന് ശേഷം ഇപ്പൊ എത്രയാണോ വാല്യൂ ആയിട്ട് വരുന്നത്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഹെഡിന്റെ താഴെ അസറ്റിന്റെ വാല്യൂ ആയിട്ട് നമ്മളെ മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് NBV വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മള് ഫിക്സഡ് അസറ്റ് കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് അവിടുന്ന് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ആണോ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ NBV കണ്ടുപിടിക്കൽ നിർബന്ധമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 lakh ഉണ്ടായിരുന്ന സംഭവം നമ്മുടെ NBV അനുസരിച്ച് ഫിക്സഡ് അസറ്റ് നമ്മുടെ ബുക്സിലെ വാല്യൂ അനുസരിച്ച് 60,000 രൂപയാണ് ഇപ്പോഴുള്ള അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ വിൽക്കുന്ന സമയത്ത് മാർക്കറ്റിൽ നിന്ന് നമുക്ക് 50,000 രൂപയാണ് കിട്ടിയതെങ്കിൽ നമുക്ക് എന്തുണ്ടായി? ലോസ് ഉണ്ടായി. ഇനിയിപ്പം നമ്മുടെ ബുക്സിലെ വാല്യൂവിനേക്കാളും 10,000 രൂപ അധികം കിട്ടുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്തുണ്ടായി? പ്രോഫിറ്റ് ഉണ്ടായി. അപ്പൊ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നമുക്ക് കിട്ടുന്നത്? നമ്മുടെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ NBV കണ്ടുപിടിക്കൽ, ഫിക്സഡ് അസറ്റിന്റെ NBV കണ്ടുപിടിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനം ഒരു കോളം ഉണ്ടാവും. അതും എന്താണ്? NBV. അപ്പോൾ ഫിക്സഡ് അസറ്റിന്റെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും NBV വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും അവസാനത്തെ കോളം എന്താണ്? NBV ആണ്.
പിന്നെ ഓഡിറ്റിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് NBV എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. പിന്നെ ക്വിക്ക് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. NBV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിങ് വാല്യൂ ഓഫ് ആൻ അസറ്റ്. ഓക്കെ, പിന്നെ അതിന്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഒരു സംഭവമാണത്. അതുപോലെ എവറി ഇയർ എന്ത് ചെയ്യും, ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന അനുസരിച്ച് അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യും, എല്ലാ വർഷവും ഇങ്ങനെ കുറഞ്ഞ് വരും. അതുപോലെ തന്നെ NBV എപ്പോഴും മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. എന്തുകൊണ്ട് മാർക്കറ്റ് വാല്യൂ ഡിഫറെന്റ്? നമ്മൾ NBV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷന്റെ വാല്യൂ കുറഞ്ഞതിന് ശേഷം എത്രയാണോ വരുന്നത് അതാണ് NBV എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം നമ്മൾ വിൽക്കുമ്പോൾ മാർക്കറ്റിൽ നിന്ന് എത്ര കിട്ടും അതാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ പ്രോഫിറ്റും ലോസ് ഒക്കെ കണ്ടുപിടിക്കാൻ NBV നമ്മളെ സഹായിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണലി, ഗ്രൂപ്പിലാണെങ്കിൽ ഗ്രൂപ്പിൽ നമുക്കത് ക്ലിയർ ചെയ്യാം.